ഹായ് ഡിയേഴ്സ്, കുറേ നാളിന് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇന്ന് നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ് ചേട്ടൻ്റെ കല്യാണമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ കല്യാണത്തിന് പോവുകയാണ്. കല്യാണമല്ലേ, അപ്പോൾ സാരി കൊടുത്തിട്ട് പോകാമെന്ന് കരുതി ഞാൻ സാരി കൊടുത്തിട്ട് ഷോ കാണിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ കല്യാണത്തിന് ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ മോളുമായിട്ടാണ് പോകുന്നത്. ഹസ്ബൻഡ് വേറെ എന്തൊരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ പുള്ളിക്കാരൻ അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് ഹോളിൽ എത്തിക്കോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഓട്ടോയിൽ നേരെ തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ ചെന്നിറങ്ങി. ഏകദേശം ഒരു 10-15 മിനിറ്റ് നിന്നപ്പോഴത്തേക്കും നമുക്ക് ബസ് കിട്ടിയായിരുന്നു. കല്യാണം വന്നിട്ട് പാറശാലയ്ക്ക് അപ്പുറമാണ്. കുറച്ചു നേരം നിന്നപ്പോഴത്തേക്കാണ് നമുക്ക് ബസ് കിട്ടിയത്. അങ്ങനെ നമുക്ക് ബസ്സൊക്കെ കിട്ടി നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമുക്കൊരു 9:30 ആയപ്പോഴത്തേക്കുമാണ് ബസ് കിട്ടിയത്. ഏകദേശം ഒരു 10:30-10:45 ആകുമ്പോഴത്തേക്കും നമ്മൾ എത്തുമെന്നാണ് കരുതിയത്. കല്യാണം വന്നിട്ട് 11-11:30 മുഹൂർത്തം. അതിന് മുമ്പ് എത്തുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കും വണ്ടി ബാലരാമപുരം കഴിഞ്ഞ് അവിടെ പിടിച്ചിട്ടു. ഭയങ്കര ബ്ലോക്കെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു 10-20 മിനിറ്റോളം വണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കായിരുന്നു. നമ്മൾ കരുതി എന്തായാലും ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും കല്യാണമൊക്കെ കഴിഞ്ഞാണ്, കാണാൻ പറ്റില്ല എന്ന് കരുതി. ആ സമയത്തുണ്ടോ ഹസ്ബൻഡ് വിളിക്കുന്നത്. ഹസ്ബൻഡ് അവിടെ കല്യാണത്തിൻ്റെ ഹോളിലെത്തിയായിരുന്നു. നമ്മളാണെങ്കിൽ ഇത് അവിടെ ബസ്സിലിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി പിന്നെ നല്ല ഫാസ്റ്റിൽ പോയി. ഏകദേശം ഒരു 11 മണിയായപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഹോളിലെത്താൻ പറ്റി. അങ്ങനെ നമ്മൾ ഹോളിലെത്തിയപ്പോഴത്തേക്ക് ഇതുപോലെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കല്യാണം കാണാൻ പറ്റില്ല എന്ന് കരുതി പോയതും കറക്റ്റ് സമയത്തിന് നമ്മളവിടെ എത്തുകയും ചെയ്തു. നമ്മളവിടെ എത്തി ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും ചെറുക്കനും പെണ്ണും ഒക്കെ വന്നു. പൂജ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതാ താലികെട്ടൊക്കെ നടക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയായിരുന്നു. താലികെട്ട് കഴിഞ്ഞു അപ്പം തന്നെ ഇതാ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച പോലെ എല്ലാവരും കൂടെ പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പോറ്റി എന്തൊക്കെയോ പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടു. പക്ഷെ ആരും ഇത് കാണാനും കേൾക്കാനും ഒന്നും പോലും നിന്നില്ല. എല്ലാവരും നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ആരെയും കുറ്റം പറയാനും പറ്റില്ല. ആ ചൂടും ആ തിരക്കും അതിൻ്റെയൊക്കെ ഇടയിൽ എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചൊക്കെ വീടെത്തിയാൽ മതി എന്നായിരിക്കും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഇതാ നമ്മുടെ ഇലയിൽ ഇതാ കറികളെല്ലാം കൊണ്ട് വിളമ്പി. അതിനുശേഷം എന്താ ചോറ് വന്നു. അവിടെ ഇരുന്ന കുഞ്ഞിക്കൈ നമ്മളുടെ നിയക്കുട്ടിൻ്റെയാണ്. കറിയൊക്കെ കൊണ്ടൊഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരുന്നതാണ്. പക്ഷേ ആൾ തലയും കൂടെ കൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് പറ്റിയില്ല. അതാ നമ്മളിരുന്നപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഞാൻ പായസം കുടിക്കുന്ന വീഡിയോ ഒന്ന് എടുത്തു തരുമോ ചേട്ടാ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണുന്നത്. പുള്ളിക്കാരൻ സെൽഫി ക്യാമറ ഓൺ ആക്കിയിട്ട് ആളിരുന്ന് തന്നെ കുടിക്കുന്നതിൻ്റെ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ കരുതി ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ ആണ് എടുത്തിരുന്നത്. ഞാൻ ആരായി അപ്പം ഞാൻ കഴിക്കുന്നതിൻ്റെ എടുത്തുകൊണ്ടിരുന്നത് എന്നൊന്നും നടക്കില്ല എന്ന് കരുതിയിട്ടാവും ആൾ തന്നെ എടുത്തത്, പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അതിനൊക്കെ ശേഷം അച്ഛനും അമ്മയൊക്കെ റിലേറ്റീവ്സിനൊക്കെ കണ്ട് അവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അത് അച്ഛനും മോളും നടക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഉച്ചയും തിരിച്ചു പോകണ ആ വെയിലും ചൂടൊക്കെ കാരണം ഞാനും മോക്കും എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 വീലർ ആയത് കാരണം സാരി കൊടുത്തോണ്ട് നമുക്ക് ഇരിക്കാൻ പാടാണ് മോളെയും വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സിങ് റൂമിൽ കയറി ഡ്രസ്സെല്ലാം മാറി പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും മോള് പറയാണ് ഞാൻ വരണില്ല, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വരുന്നില്ല എന്ന്. അവൾക്ക് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കൂടെ തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞ് വാശിയും ബഹളമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ, ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അവരെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങ് വന്നു. പോണ വഴിക്ക് ചൂടും വെയിലും എൻ്റെ അമ്മ ഇരിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരു സർബത്ത് കട കണ്ട് അവിടെ നിന്ന് സർബത്തൊക്കെ കുടിച്ച് നമ്മളങ്ങനെ പോയി. അങ്ങനെ ഏകദേശം ഒരു 1-1:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീടെത്തി. അതായത് ഞാനും ഹസ്ബൻഡും വീടെത്തി. പിന്നെ അച്ഛനും അമ്മയും അനിയത്തി മോളും കൂടെ ഏകദേശം ഒരു 2-2:30 മുന്നേ അവരും എത്തി. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലുള്ള ടൈം കിട്ടിയില്ല. നമ്മൾ പിന്നെ വൈകുന്നേരം ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. റിസപ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലേ, ഇത് കണ്ടില്ലേ, കുണ്ടും കുഴിയും എല്ലായിടത്തും. നെടുമങ്ങാട് റൂട്ടാണ് റിസപ്ഷൻ വന്നേക്കണത്. അപ്പുറത്ത് എന്തോ ഒരു പാലം പണിയണതിൻ്റെ ഇത് കാരണം നമ്മൾ ഓഫ് റോഡ് പോണ പോലെയാണ് ഇന്ന് അവിടെ എത്തിയത്. ദൈവമേ, അങ്ങനെ 2 വീലറിലാണോ നമ്മളത് കുതിരപ്പുറത്താണോ പോയതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് കുണ്ടും കുഴിയായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഹോളിലെത്തിയപ്പോഴത്തേക്കും പുറത്ത് ചായ ബജിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊന്ന് ബജി കഴിക്കുന്ന വീഡിയോ എടുത്തോട്ട് മനുഷ്യ ഒന്ന് നേരെ കഴിക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കഴിച്ചതാണ് നിങ്ങളീ കണ്ടത്. ഞാൻ ഈ വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. നീ ഇട്ടോ എന്ന് പറഞ്ഞതാണ് ഈ കണ്ടത്. ഞാൻ എന്തെങ്കിലും മര്യാദയ്ക്ക് കഴിക്കുന്ന കാണിക്കൂ മനുഷ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാണിച്ചതാണിത്. എന്നെ കളിയാക്കിയതാണ്. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവർ ബസ്സിലാണ് വരുന്നത്.
അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആ ചേച്ചി ചായ ഇടുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ഞാൻ കരുതി വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ചേച്ചി ഒരു വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ പറഞ്ഞു പിന്നെ എന്ത് വീഡിയോ എടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ആ ചേച്ചി ചിരിച്ചുകൊണ്ടൊക്കെ നിന്നതാ പാലൊഴിക്കുന്ന ഒരു രസമില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ദൂരെ നിന്ന് അവർ ആ ഫോഴ്സിൽ ഒഴിക്കുന്നതാണ്, നല്ല രസമായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചത്. അവർ ഹാപ്പി, അങ്ങനെ എടുത്തു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു അവരിങ്ങനെ. പക്ഷെ നല്ല ചൂടാണ്. എന്നിട്ടും ആ ചേച്ചി അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഇതൊക്കെ ഒഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടു. പിന്നെ അച്ഛനും അമ്മയും അവരൊക്കെ വരുന്നത് നോക്കി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. വരാൻ ഇത്തിരി വൈകുമെന്ന് എഴുതിയപ്പോൾ ഞങ്ങൾ എഴുതി എന്തായാലും അകത്തേക്ക് കയറാമെന്ന്. അങ്ങനെ അകത്ത് കയറി. പിന്നെ വേറെ ചേട്ടന്മാർ, നമ്മളെ ബന്ധുക്കളെല്ലാം കണ്ടു. അങ്ങനെ അവരോടെയൊക്കെ സംസാരിച്ച് കുറേ നേരം അങ്ങനെയൊക്കെ പോയി. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണും ചെറുക്കനും. പിന്നെ നമ്മളവിടെ കുറേ നേരം നിന്നു. അതിനൊക്കെ ശേഷം പിന്നെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ എങ്ങോട്ടാണ്, ഫുഡ് കഴിക്കാൻ നമ്മളിറങ്ങി. കുറേ ഫുഡ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അപ്പം, ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയോ എടുത്തു. ഈ കാണുന്ന കുഞ്ഞിക്ക് ആരുടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ നിയക്കുട്ടൻ്റെ ആണത്. ചുമ്മാ ഇങ്ങനെ കിണ്ടി കിണ്ടി നോക്കിയത് തന്നെ മിച്ചം. അതിനുശേഷം പിന്നെ അവളുടെ ഫേവറേറ്റ് ഏരിയയിലോട്ടെത്തി. ഐസ്ക്രീം. നിയോക്കുട്ടൻ്റെ ഫേവറേറ്റാണ് ഐസ്ക്രീമും ചോക്ലേറ്റും. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വീണ്ടും റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു, ചേട്ടനും ചേച്ചിയൊക്കെ കണ്ടു. അവരുടെ അടുത്തൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ച് വീടെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 9-9:30 ആയി. പിന്നെ വന്ന് കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങി. ഇന്നത്തെ ദിവസം ഒരു റെസ്റ്റും ഇല്ലായിരുന്നു. രാവിലെ തുടങ്ങിയ ഓട്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.